ഇല്ലാത്ത കാര്യം ചൊന്നിട്ട് ആരോപാക്കല്, അയാളത് ആഗ്രഹിക്കല, അത് ആഗ്രഹം ചൊല്ലൊരു പിടിക്കല. പക്ഷേ വെറുതുകോ എന്തെന്ന വിഷയം ആരോപാക്കലിനൊക്കെ ഒരു കാലാക്കി കഴിയുന്നത്. അയാൾ കൊന്നത്, അയാൾ വിഭജിച്ചത്, അയാൾ കട്ടത്, അയാൾ തറവടാക്കിയത്, ഇങ്ങനത്തെ വെറുതെ ഇല്ലാത്തതിനകത്ത് ഒരു ആരോപണ ഈ ആറാവിനകത്ത് ഒരു കാലായിട്ടിക്കുന്ന ഈ കാല, ഇത് ഇസ്ലാമിൽ വലിയൊരു തത്വം, വലിയൊരു ദോഷവും വലിയൊരു വൻകുറ്റായിട്ടിരിക്കുന്ന ഇസ്ലാം കാട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ ഇതൊക്കെ നല്ല രീതിയിലുള്ള ഒരു താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല ജാതികളും ചൊല്ലുന്നു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, ഇത് തൽഖൗനഹു ബിഅൽസിനതകും, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്ന ചില കാര്യമുണ്ട്, നിങ്ങൾ ഏറ്റെടുക്കണേ. അത് നാവ് ചൊല്ലാണ്ട് നിങ്ങൾ ഏറ്റെടുക്കണേ. ഖുർആൻ എത്ര ചന്തത്തിൽ നിങ്ങൾ ചൊന്നു നോക്കുള്ളൂ. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നിട്ടാ നിങ്ങളുടെ വായിൽ അത് നിങ്ങൾ ചൊല്ലാറ്. അത് നാവ് ചൊല്ല, അത് നക്ക് വിട്ട വിഷയം, അത് നക്ക് വേണ്ടി ആക്കിയാണ്ട് നിങ്ങൾ ഏറ്റെടുക്കുക. പിന്നെ അത് നിങ്ങളെ വായി കൊണ്ടിട്ട് നിങ്ങൾ ചൊല്ലാറ്. ആ ലൈസലക്കും അതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഒരു വിവരം പോലുമില്ല. അവിടെ ആക്കിയാന, അതവർ ചെയ്തിരുന്ന, അവിടെ അവർ സംഭവിച്ചിട്ട, അവിടെ നടന്നിട്ടാൻ ചൊല്ലി ഒരു വിവരം പോലും, ഒരു ഇൽമ പോലും അതിനെ സംബന്ധിച്ചത് നിങ്ങൾക്കില്ല. പക്ഷെ അത് നിങ്ങൾ ഏറ്റെടുത്തിട്ട് നാവ് ഏറ്റെടുക്കാറ്, വായി കൊണ്ടിട്ട് നിങ്ങൾ ചൊല്ലാറ്. എന്നിട്ട് അല്ലാഹു ചൊല്ലു, നിങ്ങൾ വിചാരിക്കുവാറ് അതൊരു നിസ്സാരമായൊരു കാര്യമാണ്. നിങ്ങളെ വിചാരത്തിന് അതൊരു നിസ്സാരമായ കാര്യമാണ് എങ്കിൽ അല്ലാഹു ചൊല്ലു, അള്ളാഹു എടുക്കൽ വലിയൊരു തപ്പായിട്ടിക്കട്, വലിയൊരു ദോഷമായിട്ടിക്കട് നിങ്ങൾ ആക്കുകയുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ നസ്സായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമജുൽ അലാ ഉനബികും ബിഅക്ബറിൽ കബായിറ, ഏറ്റവും വലിയ തപ്പ് ഏതുണ്ട് നാം നിങ്ങൾക്ക് ചൊന്നു തരട്ട, ഏറ്റവും വലിയ ദോഷം ഏതുണ്ട് നാം ചൊന്നു തരട്ട. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലുള്ള അൽ-ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവോട് പങ്കു ചേർക്കലായിട്ടിരിക്കും, അല്ലാഹുവോട് ശിർക്കാക്കലായിട്ടിരിക്കും. അല്ലാഹു പോലത്തെ ഒരാളുകൊണ്ടും അല്ലാഹു തീരുന്നത്തെ ഒരു കയ്യിൽ ധാരാളം കൊണ്ടുകൊണ്ടും അല്ലാഹുടെ പോലത്തെ ഒരാളുകൊണ്ടുകൊണ്ട് വിശ്വസിക്കലായിട്ടിരിക്കുന്നത് ശിർക്ക് എന്ന് ചൊല്ലുക, അതാക്കൽ. രണ്ടാമത്തെ അല്ലാഹു ചൊല്ലുക, വാലിദൈനി, മാതാപിതാക്കൾ വെറുപ്പിക്കൽ, അപ്പോപ്പടെ മനസ്സിൽ നൊമ്പലാക്കൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നാമത്തെ അല്ലാഹുവിന് പങ്കു ചേർക്കൽ, ശിർക്കാക്കൽ. രണ്ടാമത്തെ അപ്പോമ്മടെ മനസ്സിൽ നൊമ്പലാക്കൽ. ഇത് ഇസ്ലാമിൽ ഏറ്റവും വലിയ തപ്പ്, ദോഷമായിരിക്കുന്നത്. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖറന്തു അലാ വഖറുൽ സൂർ വശഹാദത്തു സൂർ, അപവാദാക്കുകയും ആരോപാക്കുകയും അപവാദമാക്കുകയും അതിന് സാക്ഷി നിൽക്കുകയും ഇത് വലിയ തപ്പുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആരെ സംബന്ധിച്ചിട്ടോ ഒരു ആരോപണമാക്കി തീരാൻ കഴിയുന്ന പരിശുദ്ധമായ ഖുർആനും ഹദീസുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിപാടിയെ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു 5 കാര്യം. ആ 5 കാര്യത്തിന് കഫാറത്തേ ഇല്ല, പ്രായശ്ചിത്തമേ ഇല്ല. ചില കാര്യ എന്തിനെങ്കിലും ആക്കിയെങ്കിൽ ഭാഗ്യങ്ങൾ വേറൊരു കാര്യം ചെയ്തേണ്ടത് മാനിട്ടുകൊണ്ടു കഫാറത്ത് സ്ഥിതിയാക്കി കളയാതെ. പക്ഷേ ഈ 5 കാര്യത്തിൽ കഫാറത്തില്ല. അതിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹംസുൻ ലൈസ ലഹുന്ന കഫാറ, 5 കാര്യത്തിന് കഫാറത്തില്ല. ഒന്ന് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനെ ശിർക്കാക്കൽ. രണ്ടാമത്തെ അല്ലാഹുവിന്റെ റസൂൽ എന്നിയെ വഖത്ലുൻ നഫ്സ് ബിഗൈരി ഹഖ്, ഹഖ് കൂടാണ്ട് ഒരു തകിട് കൂടെ കൊലയാക്കലെ. മൂന്നാമതായിട്ട് എന്തിനു ചൊന്നേ, അവർ മുഅ്മിനീൻ, ഒരു മുഅ്മിനായ മനുഷ്യരെ അപവാദാക്കൽ എന്ന് നിങ്ങൾ നോക്കൊരു ഖുർആനും ചൊല്ലു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. ഓരോരുത്തരും ഒരാളെ സംബന്ധിച്ചിട്ട് ആരോപാക്കൽ, എന്തിനോ വേണ്ടാത്ത ഇല്ലാത്ത ഒരു കാര്യ തിരുനാളെ സംബന്ധിച്ചിട്ട് ചൊല്ലൽ. ഇത് ഇസ്ലാമിൽ
ദുആറോപ്പണ ചൊല്ലുന്ന ഇസ്ലാമിൽ വലിയൊരു തത്വമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖബത്തന്റെ ജാവു അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ബായൂനി, നിങ്ങൾക്ക് ഞാൻ ബൈഅത്താക്കല അല്ലാ തുശ്രികൂ ബില്ലാഹ്, നിങ്ങൾക്കും അല്ലാഹു ശിർക്ക് ചെയ്യുക. രണ്ടാമത് ചോദ്യം വല തസ്രിഖു, നിങ്ങൾ കക്കറുക. വല തസ്ലു, നിങ്ങൾ വിചരിക്കുക. വല തഖ്തുലു ഔലാദകും, നിങ്ങൾ മക്കളെ കൊല്ലുക. നാലാമതായി റസൂലുള്ളാഹി വല തഖ്തു ബിബുഹ്താനിൻ തഫ്കറൂനഹു ബൈന ഐദിയകും വഅർജുലകും, നിങ്ങളുടെ കാലിലും കൈയിലും ഇടയിൽ നിങ്ങൾ ഒരു മനുഷ്യരെ സംബന്ധിച്ചിട്ടും ദുരാരോപണ ആത്മീകാന്ത നിങ്ങൾ ഈ സദസ്സിൽ വെച്ചിട്ട് ധൈര്യത്തിൽ ചെയ്യുന്നു ചെന്നിട്ട് 8 രാത്രി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യരെ ആരോപണ ഇല്ലാത്ത കാര്യം ചെന്നിട്ട് ആരോപണാക്കരെ ചെന്നിട്ട് അത് സമൂഹത്തിലുണ്ടാക്കല് എന്ത് പുറംകാടി നിങ്ങൾക്ക് കൊണ്ടുള്ള നമ്മെ ആലോചനാക്കോ. ഒരാൾക്ക് ഒരു ഇസ്സത്തിക്കത്, ഒരു മര്യാദയ്ക്കത്, ഒരു അഭിമാനക്കത്, പക്ഷേ അതിനെല്ലാം കലർന്നു കൊടുക്കുന്നതിനെ ഒരു കാര്യത്തിക്കുന്ന അപ്പോഴാകാം എത്രമാ ചരിത്രം, എത്രമാ സമൂഹം. നല്ലൊരു തറവാടായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിട്ട് ഒരാൾ ആരോപണാക്കുമ്പോഴോ ചെയ്തിട്ടില്ലെങ്കിൽ അതിലുള്ള ദുരന്തത്തിന് അവര് ആത്മഹത്യാക്കലാവോ. നല്ല ഒരാളെ സംബന്ധിച്ചോ തറവാടാക്കിലാന്ന് ചെയ്യുമ്പോൾ പിന്നെ അവളും ആത്മഹത്യാക്കല. നല്ലൊരു മനുഷ്യരെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും അങ്ങനാക്കിലാന്ന് ചെന്നെങ്കിൽ അവന്റെ ഇതൊരു കേസെടുക്കുന്ന പോലീസ് എത്രമാ വർഷമോ ജയിലിൽ വെച്ചിട്ട് അവരുടെ ജീവിതമേ പോയി ചരിത്രം നമ്മൾക്കുണ്ടോ. എത്രമാളെ സംബന്ധിച്ചിട്ട് വിദ്യാഭ്യാസം നാശിതാക്കിയിട്ട് അവൻ എങ്ങനാക്കിലാന്ന് ചെന്നിട്ടു എത്രമാ ആൾമാർ നിരപരാധിയായ അമായക്കരായ ആൾമാർ ഇന്ത്യൻ ജയിലില് 10-20 വർഷം കഴിഞ്ഞിട്ടുള്ള എത്രമാ ആൾമാർ ജയിലിലാണ്. ഇതിനുള്ള കാരണം അവരെ സംബന്ധിച്ചിട്ട് അപവാദ ആരോപണ ബന്ധമില്ലാതെ ചെന്നിട്ട് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദുരന്ത ഭയങ്കരാക്കുന്നതാണ് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത്. ഒരാളെ സംബന്ധിച്ചിട്ട് ഒരാൾ 4 ആളുകൾ അവർ വ്യതിചരിച്ചതാ ചെന്നെങ്കിൽ 4 ആളുകൾ ഒരാൾ ചെന്നെങ്കിൽ മയ്യല്ല. 4 ആളുകൾ അവർ വ്യതിചരിച്ചതാണ്ട് അതിൽ 3 ആൾ വ്യതിചരിച്ചതാണ്ട് ചെന്നെങ്കിൽ ആ 3 ആൾ ചെന്നെങ്കിൽ ശിക്ഷിക്കുന്നത് കൊണ്ടിട്ട് ഇസ്ലാമിന്റെ നിയമം. ഒരാളെ സംബന്ധിച്ചിട്ട് വ്യതിചാര ആക്കിരേന്ന് ചൊല്ല ഉറപ്പ് ചെന്നിന് മയ്യാല, 2 ആൾ ചെന്നിന് മയ്യാല, 3 ആൾ ചെന്നിന് മയ്യാല, 4 ആൾ ചോദണം. 3 ആൾ ചെന്നെങ്കിൽ ആ 3 ആളുകൾ ശിക്ഷ കൊടുക്കുവാൻ വേണ്ടി പരിശുദ്ധമായ ഇസ്ലാം എന്നോട് ചൂടെ. ഇത് വ്യഭിചാര ആരോപണാക്കൾ വേണ്ട, ഇത് വ്യഭിചാരീന്റെ ഒരാളും ഒത്തിരി നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അവനും ശിക്ഷ കൊടുക്കുവാൻ വേണ്ടി പരിശുദ്ധമായ ഇസ്ലാം. അല്ലെങ്കിൽ ഇന്നപ്പുറം നീന അല്ലാത്ത ഒരാൾ ചെന്നെങ്കിലും അവനും ശിക്ഷ കൊടുക്കുവാനായിട്ട് പരിശുദ്ധമായ ഇസ്ലാം എന്നോട് ചൂടെ. അപ്പുറം പോലും ഒരു ചെറിയ വാക്കുകളും ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ നാക്കൊണ്ട് തീരാണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഒരു സൂചന പോലും നമുക്ക് തീരാം. തലക്കത്തിൽ നിങ്ങൾ 2 ആൾ ഗലാട്ടാളുണ്ടാകുമ്പോഴും വ്യഭിചാരമായി സംബന്ധപ്പെട്ട ഒരു സൂചന പോലും നമുക്ക് തീരാം. അപ്പോൾ ശിക്ഷ കൊടുക്കുന്നുണ്ടായിരിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാം ഗുജത്തിന്റെ ബഹുമാനപ്പെട്ട കാലത്ത് 2 ആൾമാർ ഗലാട്ടായിട്ട് ഭയങ്കര ഗലാട്ടിനെ എതിര് ഒരാൾ ചെന്നു 2 അപ്പവും വ്യഭിചാരത്തിൽ കിട്ടാൻ